നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നടക്കമുള്ള പ്രവാസികൾ അധികമായി കുവൈറ്റിലേക്ക് എത്തുന്നത് പ്രധാനപ്പെട്ട ഡ്രൈവർ ജോലി തേടിക്കൊണ്ട് തന്നെയാണ്. സാധാരണ രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കനത്ത നിബന്ധനകളും നിയമങ്ങളും കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിലുണ്ട് എന്നാൽ പോലും അതിനെയെല്ലാം വകവയ്ക്കാതെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തന്നെയാണ് ഓരോ പ്രവാസികളും ഡ്രൈവിംഗ് ടെസ്റ്റിൽ അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പുഷ്പം പോലെ മറികടക്കുന്ന മലയാളികൾ എന്നും ഒരു കൗതുകമാകാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവാസി ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് അവിടെ നിയമങ്ങൾ ശക്തമാക്കുകയാണ്. നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാതലായ മാറ്റങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുവൈറ്റിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിയമം പരിഷ്കരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ നിയമം അനുസരിച്ച് വിദേശികൾക്ക് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് 5 വർഷത്തേക്ക് മാത്രമായിരിക്കും ലഭ്യമാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇത് 3 വർഷമായിരുന്നു. ഇത് 5 വർഷത്തേക്കാക്കി മാറ്റിയിട്ടുണ്ട്. കുവൈറ്റ് സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 15 വർഷത്തേക്കാണ് ലൈസൻസ് ലഭ്യമാകുക. പൗരത്വമില്ലാത്തവർക്ക് അധികൃതർ നൽകുന്ന താമസരേഖയുടെ കാലാവധി അനുസരിച്ചാകും ലൈസൻസ് പുതുക്കി നൽകുക. 1976 ഗതാഗത നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാറ്റഗറി എയിൽ 25ലധികം യാത്രക്കാരുമായി സഞ്ചരിക്കുന്ന വാഹനങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ട്, ലോക്കോമോട്ടീവ്, 8 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ട്രെയിലർ, സെമി ട്രെയിലർ, അപകട സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം, ഡ്രൈവിംഗ് ലൈസൻസ് പഠിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയൊക്കെ പെടുന്നു. കാറ്റഗറി ബിയിൽ 7 മുതൽ 25 വരെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനം, 2 മുതൽ 8 ടൺ വരെ ചരക്ക് ഉൾപ്പെടുത്തുന്ന വാഹനങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്താമെന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത്. ഈ കാറ്റഗറികളിലും വിദേശികൾക്ക് ലൈസൻസ് 5 വർഷത്തേക്ക് തന്നെ ലഭ്യമാകുമെന്നാണ് പുതിയ പരിഷ്കരണത്തിലൂടെ എടുത്തിരിക്കുന്ന തീരുമാനം. കുവൈറ്റ് സ്വദേശികൾക്ക് 15 വർഷത്തേക്കാണ് ഈ നിയമം നൽകുന്നത്. പൗരത്വ രഹിതരുടെ രേഖകളുടെ കാലാവധി അനുസരിച്ചാകും ഇവ നൽകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കാറ്റഗറി ബി ലൈസൻസ് ഉടമകൾക്ക് കാറ്റഗറി എ വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല. കൂടാതെ ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ പെടുന്നവർക്കും മോട്ടോർ സൈക്കിൾ ലൈസൻസ് അർഹതയുള്ള വിദേശികൾക്കും 5 വർഷമാണ് പുതിയ കാലാവധിയായി പറയുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുവൈറ്റ് ഗതാഗത നിയമം കടുപ്പിച്ചു എന്നതിന്റെ ഭാഗമായി ശക്തമായ നടപടികൾ കൈക്കൊണ്ടത് കണ്ടിരുന്നു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ, അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് എന്നിവ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് 2024 74 വിദേശികളെ നാടുകടത്തി എന്നതാണ് യൂണിഫൈഡ് ഗൾഫ് ട്രാഫിക് വീക്ക് കമ്മിറ്റി 2025 ചെയർമാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ സുബാൻ വെളിപ്പെടുത്തിയിരുന്നത്. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാത്തതും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട് 61,553 ലംഘനങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വർദ്ധിച്ചുവരുന്ന അപകട നിരക്ക്, ഗുരുതരമായിട്ടുള്ള ഗതാഗത ലംഘനങ്ങൾ, മരണങ്ങൾ എന്നിവയാണ് ശക്തമായ ഗതാഗത നിയമ ഭേദഗതിക്ക് കാരണമായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഭേദഗതി കൈക്കൊണ്ടതെന്ന് പ്രധാനമായി ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ 90% ഗതാഗത അപകടങ്ങളും അശ്രദ്ധ മൂലമാണ് എന്നും കണ്ടെത്തുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയം പ്രതിദിനം 200 മുതൽ 300 വരെ അപകടങ്ങൾ രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പുതുക്കിയ ഗതാഗത നിയമം ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രവാസികളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുവൈറ്റ് അധികൃതർ രംഗത്തെത്തുന്നത്. ഇതോടുകൂടെ ഡ്രൈവർ ജോലിക്ക് പ്രതീക്ഷിച്ച് കുവൈറ്റിലെത്തുന്ന പ്രവാസികൾക്ക് കൂടുതൽ കടമകളുണ്ട് എങ്കിലും 5 വർഷത്തേക്ക് ലൈസൻസ് ലഭ്യമാകും എന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്.